ആദ്യമേ തന്നെ തിരുസന്നിധിയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജിപ്സന. ഞാൻ കൊരട്ടി ഫൊറോനയിൽ നിന്ന് വരുന്നു. 2022 മാർച്ചിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. യുക്രൈനിൽ MBBSന് ജോയിൻ ചെയ്ത് യുദ്ധം കാരണം ട്രാൻസ്ഫർ എടുത്ത ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പുതിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിരുന്നത്. അവിടെ ആദ്യമേ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ലൈഫ് ഓക്കെ ആയിരുന്നു. ലൈഫ് ഓക്കെ ആവുമ്പോൾ സ്മൂത്ത് ആവുമ്പോൾ ഉടമ്പടിയിൽ പയ്യെ സ്ലോ ആവും. ഞാനും സ്ലോ ആയി. ലാസ്റ്റ് ഇയർ ആയപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വന്നു. ഞങ്ങളുടെ സീനിയേഴ്സ് കുറേ പേര് സെംബാക്കായി. അവർ സെംബാക്കായപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു അവർക്ക്. സമരമായി, കേസായി. അങ്ങനെ എൻ്റെ ലാസ്റ്റ് ഇയർ മൊത്തം പ്രശ്നമായിരുന്നു. ഈ സെംബാക്കായ അത്രയും കുട്ടികൾ തന്നെ ഞങ്ങളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ കറക്റ്റ് നമ്പർ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബാച്ചിൽ ഇവർ വന്നപ്പോൾ നമ്പർ ഭയങ്കരമായിട്ട് എക്സീഡ് ചെയ്തു. ഒരു സെമസ്റ്ററിൽ ഇത്ര മാത്രം ഡിഗ്രി കൊടുക്കാവൂ എന്നൊരു ഗവൺമെൻറ് റൂളുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുട്ടികളെ സെംബാക്ക് ആക്കാൻ സ്റ്റാർട്ടാക്കി. ഞാനിവിടെ ഉടമ്പടി വെച്ചത് കറക്റ്റ് സമയത്ത് ഒരു പ്രശ്നം കൂടാതെ എൻ്റെ MBBS കംപ്ലീറ്റ് ആക്കാനായിരുന്നു. ഇതുവരെ എത്ര ലിസ്റ്റ് ഇട്ടോ അതിലൊന്നും എൻ്റെ പേരുണ്ടായിരുന്നില്ല സെംബാക്ക് ലിസ്റ്റിൽ. അത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എക്സാമിൻ്റെ ടൈമായി, എക്സാം ഡേറ്റ് അനൗൺസ് ആയി. അപ്പോൾ എക്സാം പെർമിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ലിസ്റ്റ് ഇട്ടു. അതിൽ ഞങ്ങളുടെ ഏജൻസിയിൽ ആരുടെ നെയിംസും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അഡ്മിഷൻ ടൈമിൽ ഏജൻറ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു നമ്പർ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നമ്പർ ഉണ്ടാക്കാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ എന്തോ ഞങ്ങൾക്കത് കിട്ടിയില്ല. ഡേറ്റ് അനൗൺസ് ആയി, എക്സാമിൻ്റെ ടൈമായി. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എക്സാമിന് പ്രിപ്പയർ ആയി. ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഇത്ര മാത്രമാണ് പ്രാർത്ഥിച്ചത്. എക്സാം എഴുതാൻ ഇടവരുത്തരുത്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അവസരം കിട്ടണം. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എന്തോ അത്ഭുതം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ വീക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കമ്മീഷൻ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുകയുണ്ടായി. ആ കാരണത്താൽ എൻ്റെതായ ബാച്ചിന് ആ എക്സാം ക്യാൻസലാക്കി എക്സ്റ്റെൻഡ് ആക്കി വെച്ചു. അപ്പോൾ കൂടുതൽ സന്തോഷമായി, കാരണം പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ നടന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാലും ഒരു പേടി, കാരണം വീണ്ടും എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യും. അപ്പോഴും നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ കിട്ടിയാൽ മാത്രമേ നമുക്ക് വീണ്ടും എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ക്രിസ്മസിന് ഗിഫ്റ്റ് ആയിട്ട് ചോദിക്കാൻ മമ്മി പറഞ്ഞായിരുന്നു, ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കാൻ. അങ്ങനെ ഞാനും ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ചോദിച്ചു, എനിക്ക് നമ്പർ വേണം, എനിക്ക് എക്സാം എഴുതാൻ അവസരം വേണമെന്ന് ഗിഫ്റ്റായിട്ട് ചോദിച്ചു. ഗിഫ്റ്റായിട്ട് 24-ാം തീയതി ഉച്ച കഴിഞ്ഞ് എൻ്റെ റെക്കോർഡ് ബുക്കിൽ, ഞങ്ങളുടെ ഏജൻസിയിൽ എത്ര കുട്ടികളുണ്ടായിരുന്നോ അത്രയും കുട്ടികൾക്ക് റെക്കോർഡ് ബുക്കിൽ ആ നമ്പർ എഴുതി യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞങ്ങൾ എക്സാം എഴുതി. എക്സാമിന് പോയപ്പോൾ ലാബിൽ കയറുന്നതിന് മുമ്പ് പരിസരത്ത് ഉപ്പൊക്കെ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എക്സാം എഴുതിയിരുന്നത്. ജാനുവരിയിൽ സ്റ്റേറ്റ് എക്സാം വന്നപ്പോൾ ആ എക്സാമും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എഴുതിയത്. എല്ലാം പാസ്സായി. ദൈവത്തിനും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി വന്നപ്പോൾ ഫെബ്രുവരി ലാസ്റ്റിന് എൻ്റെ വിസ തീരും. അടുത്ത പ്രശ്നം, വിസ എക്സ്റ്റൻഷന് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബാച്ചിലുള്ള ഒരു കുട്ടി എക്സ്റ്റൻഷന് കൊടുത്തിട്ട് കിട്ടിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ പാസ് ഔട്ട് ആയല്ലോ. അപ്പോൾ പിന്നെ എക്സ്റ്റൻഷന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എക്സിറ്റ് എടുക്കണം. അതിനും എനിക്ക് താല്പര്യമില്ല. ഇതൊരു ടെൻഷനാണ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നിയോഗം വെച്ച് പോയിരുന്നത് വിസ എക്സ്റ്റൻഷൻ ചെയ്യാതെ കറക്റ്റ് സമയത്ത് പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി ഡിപ്ലോമ എനിക്ക് കിട്ടി നാട്ടിൽ വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ മോർണിംഗിൽ ആരാധന സമയത്ത് ഞാൻ പാസ്പോർട്ടിൽ തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലുമായിരുന്നു. ചൊവ്വാഴ്ചകളിലുള്ള ആരാധനയിലും അങ്ങനെ തന്നെ ധ്യാനത്തിലും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ വിസ എക്സ്പയർ ആവുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റ് ആക്കി, അവിടെ നിന്നുള്ള അപ്പോസ്റ്റലും എല്ലാം കംപ്ലീറ്റ് ആക്കി വിത്ത് ഡിപ്ലോമ ഞാൻ നാട്ടിലെത്തി. അപ്പോൾ യുദ്ധമൊക്കെ ഇപ്പോൾ നടക്കുന്നല്ലോ. അപ്പോൾ കുറേ ഫ്ലൈറ്റ് ക്യാൻസലായി. അതിനെല്ലാം മുമ്പ് തന്നെ മാതാവും ഉണ്ണീശോയും സഹായിച്ച് എല്ലാം എൻ്റെ കംപ്ലീറ്റ് ആക്കി ഞാൻ നാട്ടിലെത്തി. ദൈവത്തിനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഓൺലൈനിലും FBയിലും ഒക്കെ ആവശ്യമായിട്ട് ഞാൻ പോസ്റ്റേഴ്സ് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാണ് പതിവ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ പോകുന്നതിന് മുമ്പ് എല്ലാ പത്രങ്ങളും ഞാൻ വീടുകളിൽ കയറി സാക്ഷ്യം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റൽസിലും പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. 27-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല. ജിപ്സ്ന എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി ഒരു മുന്നറിയിപ്പും ഒരു ഉറപ്പും കൂടിയാണ്. മകളുടെ 2ാമത്തെ സാക്ഷ്യമാണിത്. മകൾ ഇവിടെ നിന്ന് യുക്രൈനിലേക്ക് MBBS പഠിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഈശോയോട് ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് പോയത്. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്.
ഞാൻ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കും, പരിശുദ്ധ അമ്മയോട് ഞാൻ എപ്പോഴും മധ്യസ്ഥം യാചിക്കും എന്നുള്ള ഒരു വലിയ തീരുമാനമെടുത്തിട്ടാണ് ഒരു അന്യദേശത്തേക്ക് ഒരു കോഴ്സ് ചെയ്യുവാൻ വേണ്ടി MBBS പഠിക്കുവാൻ വേണ്ടി ഈ മകൾ ഇവിടെ നിന്ന് പോയത്. മകൾ ഏറ്റുപറയുന്ന ഒന്ന് മാത്രമാണ്, എൻ്റെ സീനിയേഴ്സ് എല്ലാവരും സെമസ്റ്റർ ബാക്കായിരുന്നപ്പോൾ, സപ്ലിമെൻ്ററി ഫെയിലായിരുന്നു കൊണ്ടിരുന്നപ്പോൾ ഒന്നിനും എനിക്ക് ഒരു കുറവും ഉണ്ടായില്ല, ഞാൻ ഒരിക്കലും ബാക്കായിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്പർ കിട്ടാനും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാനുമുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ സമയാസമയങ്ങളിൽ പരിശുദ്ധ അമ്മയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എൻ്റെ ജീവിതാവസ്ഥകളിലേക്കെല്ലാം ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ചെയ്തു കൊടുക്കുകയായിരുന്നു. ഉടമ്പടി അതാണ് ഉറപ്പ്. നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഒരുപാട് +2 മക്കളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള യാതൊരു കാര്യങ്ങളിലും ഇനി തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നാം ഈശോയെ സ്നേഹിക്കുകയും ഈശോയ്ക്കൊരു ഉറപ്പ് നൽകുകയാണ്. ഈ മകൾ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ക്രിസ്മസ് വരുന്നു, എനിക്കൊരു ഗിഫ്റ്റ് വേണം, അപ്പോൾ നാം ഈശോയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ വരുന്നു, ഞാനൊരു ഗിഫ്റ്റ്. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്ര ക്ലിയർ ആകുമ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് തോന്നുന്നത് ഈശോ ഇവളെ സ്നേഹിക്കും, ഈശോ ഇവളെ ഇഷ്ടപ്പെടും, ഈശോയ്ക്ക് ഇവളെ ആവശ്യമുണ്ട്. അങ്ങനെ നാം മറ്റൊരു ദേശത്തേക്കായി നമ്മെ പറഞ്ഞു വിടുമ്പോൾ, പഠിക്കാനായാലും ജോലിക്കായാലും നമ്മെ പറഞ്ഞു വിടുമ്പോൾ ഒരു മിഷണറിയായി പോവുകയാണ്. കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഈശോയെ ഏറ്റുപറയുന്ന ഒരു വലിയ ജീവിതാനുഭവം ഉണ്ടാവുകയാണ്. ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യം എന്ന് വേണം നമുക്കിതിനെ പറയാൻ. കാരണം ഒരു അന്യദേശത്ത് പോയിട്ട് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഈ മകൾക്ക് വിജയിച്ചു പോരുവാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു കാരണം ഞാൻ ഈശോയെ കൃത്യമായി വിശ്വസ്തയോടെ അനുഗമിച്ചു, സ്നേഹിച്ചു എന്നുള്ളതാണ്. ജിപ്സനയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.